നോക്കാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കൂ. An older patient with a type 2 diabetes has a cardiovascular autonomic neuropathy. Which instruction would the nurse provide for an unlicensed assistive personnel assisting the patient with a morning care? Okay, so the situation കിട്ടിയില്ലേ? ഓൾഡർ അഡൽട്ട് ആണ്, ടൈപ്പ് 2 ഡയബറ്റിസ് ആണ്, പേഷ്യന്റിന് എന്തൊക്കെയുണ്ട്? കാർഡിയോ വാസ്കുലർ ഓട്ടോണോമിക് ന്യൂറോപ്പത്തി. ഓക്കെ, കാർഡിയോവാസ്കുലർ ഓട്ടോണോമിക് ന്യൂറോപ്പത്തി എന്ന് പറഞ്ഞാൽ കാർഡിയോവാസ്കുലർ റിലേറ്റഡ് വിത്ത് ഹാർട്ടും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ്. ഓക്കെ, അപ്പം നോർമലി ഹൈപ്പർ ഗ്ലൈസീമിയ ഉള്ള ഒരു പേഷ്യന്റിന് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം അഫക്റ്റ് ചെയ്യുന്ന ഒരു ലൈക്ക് ന്യൂറോൺസിനെ അഫക്റ്റ് ചെയ്യുന്ന കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോപ്പത്തി. ഓക്കെ, അപ്പൊ അങ്ങനെ ന്യൂറോപ്പത്തി ഉള്ള പേഷ്യന്റിന് ഏത് ഇൻസ്ട്രക്ഷൻ ആണ് വുഡ് ദ നഴ്സ് പ്രൊവൈഡ് ടു ദ അൺലൈസൻസ്ഡ് അസിസ്റ്റീവ് പേഴ്സണൽ UAP അസിസ്റ്റിംഗ് ദ പേഷ്യന്റ് ഇൻ ദ മോർണിംഗ് കെയർ? മോർണിംഗ് കെയറിൽ അസിസ്റ്റൻസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് എന്താണ് കൊടുക്കേണ്ടത്? പ്രൊവൈഡ് കംപ്ലീറ്റ് ബെഡ് ബാത്ത് ഫോർ ദിസ് പേഷ്യന്റ് and sit the patient up slowly on the side of the bed before standing, and only let the patient wash his or her face and brush his or her teeth, and be sure to provide a rest period between activities. Okay, so idil edayirikkum answer? Yes, you can just drop your answer. Yes, second answer aayittu vannittund. Yeah, second one. Okay, B. So എന്തുകൊണ്ടാണ് ബി സെലക്ട് ചെയ്തവർ? ജസ്റ്റ് ഇഫ് യു ജസ്റ്റ് സേ ദ റാഷണൽ എന്തുകൊണ്ടായിരിക്കും? നിത്യ 4 സെലക്ട് ചെയ്തു. ഓക്കെ, ബി സെലക്ട് ചെയ്ത് ബി ആൻഡ് ഫോർത്ത് വണ്ണിനാണ്, രണ്ടെണ്ണത്തിനാണ് സപ്പോർട്ട്സ് കൂടുതൽ. ഓക്കെ, ഫസ്റ്റ് വൺ മറിയം ഫസ്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, റെസ്റ്റ് ഓഫ് യു. ഓക്കെ, സോ ഞാൻ ഇതിന്റെ കീ പോയിന്റ് പറയാം. കാർഡിയോ വാസ്കുലാർ ഓട്ടോണോമിക് ന്യൂറോപ്പത്തിയിൽ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ഇത്. ബ്ലഡ് വെസൽസിൽ, അതായത് സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഏതൊക്കെ ഏരിയയിലാണ്? ഹാർട്ടിലെയും അതുപോലെ ബ്ലഡ് വെസൽസിലും ആണ് ഇത് അഫക്ട് ചെയ്യുന്നത്. ദെൻ ഇറ്റ് കോസസ് പോസ്ചറൽ ഹൈപ്പോടെൻഷൻ അല്ലെങ്കിൽ ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഹൈപ്പോടെൻഷൻ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ അത് ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് ഏതുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്യുന്നത്? സെക്കൻഡ്, പേഷ്യന്റിന് എഴുന്നേറ്റ് ഇരുത്തുന്ന സമയത്ത് കറക്റ്റ് അത് പെട്ടെന്ന് തന്നെ പേഷ്യന്റിനെ എഴുന്നേപ്പിച്ച് ഇരുത്തരുത്. ഓക്കെ, ക്ലിയർ? മനസ്സിലായില്ലേ? ഓക്കെ, ഇതാണ്. ദെൻ നിങ്ങളുടെ അടുത്ത് ക്ലാസിന്റെ ടൈം പറഞ്ഞത് എക്സീഡ് ആയി പോകുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിർത്തുവാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. എനിത്തിങ് ടു യു ക്യാൻ ജസ്റ്റ് ആസ്ക്. ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ മാം, ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ. ഇതാണോ അതിന്റെ മീനിങ്? ക്വസ്റ്റ്യന്റെ മീനിങ് അതായത് ഓൾഡർ പേഷ്യന്റ്. ഓക്കെ, ഓൾഡർ പേഷ്യന്റ് വിത്ത് ടൈപ്പ് 2 ഡയബറ്റീസ്, അത് ക്ലിയർ ആയില്ലേ? ആ പേഷ്യന്റിന് എന്താ ഉള്ളത്? കാർഡിയോ വാസ്കുലാർ അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലാർ റിലേറ്റഡ് ഓട്ടോണോമിക് ന്യൂറോപ്പത്തി ആണ് ഉള്ളത്. ഓക്കെ, അപ്പം ഡയബറ്റീസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് ന്യൂറോപ്പത്തി. ഓക്കെ, അങ്ങനെ ന്യൂറോപ്പത്തി വന്നപ്പം ഏത് ഇൻസ്ട്രക്ഷൻ ആണ് നഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടത്? ആർക്കാ? ഒരു നഴ്സിംഗ് യൂണിറ്റില് ഒരു രജിസ്റ്റേർഡ് നഴ്സ് കാണും, LPN കാണും, UAP കാണും. രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്നത് RN, LPN ലൈസൻസ്ഡ് പ്രാക്ടിക്കൽ നഴ്സ്, പിന്നെ UAP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈസൻസ്ഡ് ആണ്, പക്ഷെ അവർക്ക് ബേസിക് കെയർ ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ആളുകളാണ്. കെയർ ഗിവേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? UAP. അങ്ങനെ ആ UAPക്ക് നമ്മൾ ഡെലിഗേഷൻ ചെയ്യുവാണ്. ഈ 4 കാര്യത്തില് എന്താണ് ഈ പേഷ്യന്റിനെ കെയർ ചെയ്യുന്ന മോർണിംഗ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കെയറർ മോർണിംഗ് കെയർ കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ എന്താണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അപ്പൊ കംപ്ലീറ്റ് ബെഡ് ബാത്ത്, അയാൾക്ക് കംപ്ലീറ്റ് ബെഡ് ബാത്ത് കൊടുക്കണം എന്നാണോ പറയേണ്ടത്? പേഷ്യന്റിനെ എഴുന്നേപ്പിച്ച് ഇരുത്തുമ്പോ പെട്ടെന്ന് സിറ്റ് ദ പേഷ്യന്റ് അപ്പ് സ്ലോലി ഓൺ ദ സൈഡ് ഓഫ് ദ ബെഡ്. അതായത് ഈ ഒരു കോംപ്ലിക്കേഷനിൽ കാർഡിയോ വാസ്കുലർ ഓട്ടോണോമിക് ന്യൂറോപ്പത്തി ഉള്ള പേഷ്യൻസിന് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? അവിടെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് ഹൈപ്പോടെൻഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഹൈപ്പോടെൻഷൻ ഉണ്ടാവുന്നത് കൊണ്ട് എപ്പോഴും നമ്മളൊരു പേഷ്യന്റ് സഡൻ ആയിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കും
പേഷ്യന്റിന് ഹൈപ്പോടെൻഷൻ ഉണ്ടാവും, പേഷ്യന്റ് ഫോൾ ആവും. അപ്പൊ UAPയുടെ മേളിൽ കൂടെ പേഷ്യന്റ് വീഴും. അപ്പൊ പേഷ്യന്റ് ഇഞ്ചുറി ആയി. മനസ്സിലായോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പേഷ്യന്റിന് ഒരു കാരണവശാലും ഇഞ്ചുറി ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞത്. ക്ലിയർ? കിട്ടിയോ? യെസ്. അസിസ്റ്റന്റ് അല്ലേ പറഞ്ഞേക്കുന്നത്? മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാമോ? സെൻസ് അല്ലേ